ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല ഭംഗിയില്ലേ ഈ സാരിയാണ്. ഇതൊരു കോട്ടൺ സാരിയാണ്, പ്രൊമോഷന് വേണ്ടി വന്ന സാരിയാണ്. ബ്ലൗസ് പീസൊക്കെ ഉണ്ട്, നല്ല സുഖമാണ് ഉടുക്കാൻ. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഡ്രേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറീസയിലുള്ള സന്തൽ എന്ന് പറഞ്ഞ ട്രൈബ്സ് യൂസ് ചെയ്യുന്നൊരു ഡ്രേപ്പാണ്. സന്തൽ ഡ്രേപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. അവരുടെ ജീവിത രീതിക്ക് അനുസരിച്ചിട്ടും അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രേപ്പാണിത്. അപ്പം ആദ്യം തന്നെ നമ്മൾ നോർമലി സാരി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ ബോഡിക്ക് ചുറ്റും സാരി ചുറ്റിയെടുത്തിട്ട് പ്ലീറ്റ്സ് എടുക്കുക. താഴത്തെ പ്ലീറ്റ്സാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഈ സാരിക്ക് ഇങ്ങനെയാണ് നമ്മൾ ഡ്രേപ്പിംഗ് തുടങ്ങേണ്ടത്. ആദ്യം തന്നെ നമ്മൾ പല്ലു എടുക്കരുത്. താഴത്തെ പ്ലീറ്റ്സ് നന്നായിട്ട് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. ടക്കിൻ ചെയ്ത് പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പല്ലു പോർഷൻ ഡ്രേപ്പ് ചെയ്യുന്നത്. പല്ലു പോർഷനുള്ള ഭാഗം നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഏകദേശം അളവിൽ. ഇത് കഴിഞ്ഞിട്ട് പല്ലു പോർഷൻ നമുക്ക് പ്ലീറ്റ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പ്ലീറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ലോങ്, അതായത് ബ്രോഡർ പ്ലീറ്റ്സോ ചെറിയ പ്ലീറ്റ്സോ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. സാധാരണ അവിടുത്തെ ആൾക്കാരൊക്കെ പ്ലീറ്റ് എടുക്കാതെയാണ് ഇട്ട് കണ്ടിട്ടുള്ളത്. അപ്പം എനിക്ക് ഈ പ്രോസസ്സ് ഇഷ്ടമായത് കൊണ്ട് ഞാൻ പ്ലീറ്റ്സ് എടുത്ത് നന്നായിട്ട് പിന്നെ വെച്ച് ഷോൾഡറിൽ സെക്യൂർ ചെയ്യുന്നുണ്ട്. ഈ ഡ്രേപ്പിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലു നമ്മൾ ബോഡിയുടെ ചുറ്റിലും കൂടെ എടുത്തിട്ടല്ല നമ്മൾ പിൻ ചെയ്യുന്നത്. നമ്മൾ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ പിന്നെ വെച്ച് സെക്യൂർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇരിക്കും. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഒരു എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട് സൈഡിൽ. അതെടുത്ത് നമ്മൾ പുറകിൽ ഇതേപോലെ ടക്കിൻ ചെയ്യാം. അത് നന്നായിട്ട് പിന്ന് വെച്ച് വേണമെങ്കിൽ പിന്ന് വെച്ച് ടക്കിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പല്ലുടെ ബാക്കി വരുന്ന പോർഷൻ എടുത്തിട്ട് നേരെ പകുതിയാക്കിയിട്ട് മടക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നേരെ പകുതിയാക്കി മടക്കുന്നത്. നേരെ പകുതിയാക്കി മടക്കിയിട്ട് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സന്തൽ ഡ്രേപ്പ് കംപ്ലീറ്റ് ആയി. അപ്പം നമുക്കൊന്ന് ഫുൾ ലുക്ക് നോക്കിയാലോ. നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിളാണ്, മൂവ്മെൻ്റ് ഒക്കെ ഭയങ്കര ഈസിയാണ് ഈ സാരി ഉടുത്ത് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ കണ്ടപ്പോൾ ഒത്തിരി ആയിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞു. പുറകിലൊക്കെ നോക്കുക, എന്ത് ഭംഗിയായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട് സാരി. അപ്പോൾ ഇന്നത്തെ ഡ്രേപ്പിംഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.